Hi friends, welcome back to Zairas Easy Cooking. ഇന്നത്തെ റെസിപ്പി ഒരു ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ്. 1 kg വെയിറ്റ് വരുന്ന നല്ല അടിപൊളി ടേസ്റ്റ് അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. കേക്കിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിപ്പയിൽ ഒരു 2-3 തവണയായി ഒന്ന് അരിച്ചെടുക്കാം. നല്ല പോലെ ഇതൊന്ന് അരിച്ചെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ വേണം ഇതൊന്ന് അരിച്ചെടുക്കാൻ. അരിച്ചെടുത്തതിന് ശേഷം ഇത് ഒന്നും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല പോലെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടി. ഒരു ബൗളിൽ 3 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ബീറ്റർ ഉപയോഗിച്ച് മുട്ട നല്ലപോലെ പതഞ്ഞ് വരുന്ന വരെ ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്ത് ഇതുപോലെ നല്ലപോലെ പൊങ്ങി വന്നാൽ ഇതിലേക്ക് പൊടിച്ച് വെച്ച 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇതിലേക്ക് ചേർക്കുമ്പോൾ കുറച്ചായി ചേർത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നേരത്തെ അരിച്ച് വെച്ച് ഫ്ലോർ മിക്സ് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കുറച്ചായി ഇടവിട്ടിട്ട് വേണം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിൽ വേണം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. പാലും ഫ്ലോർ മിക്സും ഇടവിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പം നല്ലപോലെ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊരു മോൾഡിലേക്ക് നമുക്കിതിനെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് മോൾഡാണ് എടുത്തത്. ഇതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ച് ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മുഴുവനായിട്ട് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാൻ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്ത് പാനിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ ഇപ്പം ബേക്കായി വന്നിട്ടുണ്ട്. ഇതിന് ചൂടാറിയതിന് ശേഷം 3 ലെയറായി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി കേക്കിൻ്റെ ഫില്ലിങ്സിലും ക്രീമിലേക്കും വേണ്ടിയിട്ടുള്ള ടെൻഡർ കോക്കനട്ടിൻ്റെ മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇവിടെ 2 ഇളനീരിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഇളനീരിൻ്റെ പൾപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഇളനീരിൻ്റെ വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ നല്ലൊരു പേസ്റ്റ് പോലെ ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി ഐസിങ് ചെയ്യേണ്ട ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടി 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഇതുപോലെ ഒന്ന് വിപ്പായി വന്നാൽ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മധുരത്തിനനുസരിച്ച് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി.
ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ടെൻഡർ കോക്കനട്ടിൻ്റെ മിക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിലേക്ക് ഒന്ന് ഐസിങ് ചെയ്ത് തുടങ്ങാം. ഒരു കേക്ക് ബോർഡിൻ്റെ മിഡിലിൽ കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ 3 ലെയറായിട്ടാണ് കേക്ക് കട്ട് ചെയ്തെടുത്തത്. ഫസ്റ്റ് ലെയർ നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്നത് വെറ്റ് ചെയ്തെടുക്കാം. അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളം കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. കേക്ക് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലെയറിൻ്റെ സൈഡിൽ ക്രീം കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇളനീരിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ക്രീം വെച്ചൊന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ തയ്യാറാക്കിയ ഇളനീരിൻ്റെ മിക്സ് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് കാഷ്നട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സും ഇതിലേക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ഇളനീരിൻ്റെ പൾപ്പും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ കേക്കിൻ്റെ സെക്കൻഡ് ലെയറും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇളനീരിൻ്റെ മിക്സും പൾപ്പും നട്ട്സും വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ലെയർ വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്കൊന്ന് എടുത്ത് വെക്കാം. കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ഓറഞ്ചും റെഡും ജെൽ കളർ മിക്സ് ചെയ്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ഏറ്റവും താഴത്തെ ലെയർ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ താഴിൽ ഇതുപോലെ 3 ലൈൻസ് മാത്രമേ വരച്ചെടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് ടോപ്പിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. സൈഡ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം.
കേക്കിൻ്റെ മുകൾ വശമൊക്കെ ഒരു ഐസിങ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇത് എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലും സൈഡിലൊക്കെ നമുക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ടെൻഡർ കോക്കനട്ട് കേക്ക് ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.